ചെല്ലെന്നാണ് ഏതോ ഒരുത്തം നിന്നെ വിളിക്കുന്നടി. അയ്യോ നിങ്ങളെന്താ ഇവിടെ? നിങ്ങളോ? എന്റെ പേര് വിളിക്കടി നീ. എന്തോ നിങ്ങളുടെ പേര്? തോമസ് ആലുവ. അയ്യോ തോമസ് ആലുവ എഡിസൺ, എനിക്കറിയാം നിങ്ങളെ. അത് ബൾബ് കണ്ടുപിടിച്ച ആള്. അപ്പൊ നിങ്ങളോ? ഞങ്ങളുടെ അടുത്തുള്ള ബൾബ് എറിഞ്ഞു പൊട്ടിക്കുന്ന ആള്. എടാ തോമസ് ആലുവയിലുള്ള തോമസ് ആ ഞാൻ. തോമസ് ഉള്ള ആലുവേ, നീ എന്തിനിങ്ങോട്ട് വന്നത്? ബന്ധം എന്തോ നിങ്ങളെ? എന്റെ സ്വന്തമായി ഇവള്. സ്വന്തമൊന്നും അല്ല സാർ, ഞങ്ങളുടെ കല്യാണ നിശ്ചയം ഒന്ന് കഴിഞ്ഞായിരുന്നു, ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ ഇവളെ ഞാൻ പെണ്ണ് കണ്ട് കല്യാണം നിശ്ചയം നടന്ന് മോതിരം മാറ്റി. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്ത് മോതിരം ഇട്ടെന്തോ വാറ്റി എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണോ? കിടപ്പുണ്ടല്ലോ അതടുത്ത് മാറ്റി കൂച്ച. മോതിരം മാറ്റി എന്നല്ല പറഞ്ഞത്. മോതിരം മാറ്റാൻ കഴിഞ്ഞിട്ട് ഇവള് പറയല്ലേ വേണ്ടത്. സത്യമാണോ സാർ? എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇയാളോട് നിശ്ചയം കഴിക്കേണ്ടി വന്നത്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഇയാൾ എനിക്കൊരു ഫ്രീഡം തരുന്നില്ല സാറേ. എടി നിനക്ക് ചന്ദനത്തിലോ ഈട്ടിയിലോ എങ്ങനെയല്ലേ പണിഞ്ഞു തരാൻ നിനക്ക് ഇരിക്കാൻ? എന്തോന്ന് പീഠം? പീഠമല്ല, ഫ്രീഡം. എനിക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല. എന്താ സ്വാതന്ത്ര്യം കൊടുക്കാത്ത എന്താ കൊച്ചിന്? 1947 ആഗസ്റ്റ് 15 12 മണിക്ക് രാത്രി 12 മണിക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു. പോയി വാങ്ങിക്കണമായിരുന്നു. അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ. എന്തോ 1,26,500 ഉമ്മ നിനക്ക് തന്നില്ലേ മൊബൈലിൽ കൂടെ? എന്തോ സാറേ ഞായറാഴ്ച ഞങ്ങളുടെ പെണ്ണുകാണൽ കഴിഞ്ഞു, തിങ്കളാഴ്ച ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു, ഇന്ന് ചൊവ്വാഴ്ച നേരം എടുത്തിട്ട് ഇപ്പൊ ഇത്രയും സമയമായിട്ടുള്ളൂ. ഇയാൾ എത്ര ഉമ്മ എനിക്ക് തന്നെ? 1,26,500 ഉമ്മ. പച്ചക്കള്ളവാ സാറേ. 1,05,252 അര ഉമ്മ അയാൾ എനിക്ക് തന്നത്. 500 വേറെ ഉമ്മ ഒറ്റയ്ക്ക് മേടിച്ചിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കണം. എടാ അതെല്ലാം പോട്ടെ, ഈ അര ഉമ്മ അതെന്തുവാ? അത് കൊടുത്തോട്ട് മൊബൈലിൽ സ്വിച്ച് ഓഫ് ആയി പോയത്. ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. എടാ ഇഷ്ടമൊന്നുമല്ല, നീ പോയി എണ്ണ അടി വണ്ടിയില്. വണ്ടിയിൽ എണ്ണ പിടിക്കാനൊന്നല്ല ഇത് വാങ്ങിച്ചത്. ഇന്നലെ കല്യാണം കഴിക്കാൻ സംബന്ധിച്ചില്ലെങ്കിൽ ഈ പെട്രോൾ ഇവിടെ ദേഹത്തൊഴിച്ച് ഞാൻ ഇവിടെ കിടന്ന് കത്തിച്ചാവും. അങ്ങനൊന്നും ചെയ്യില്ല. പോടാ ഇറങ്ങി പോടാ. ഇവിടെ പറയുന്ന കല്യാണം കഴിക്കാൻ സമ്മതം. കല്യാണം കഴിക്കാനെന്ന് പറയും എന്റെ പമ്പ്. അടുത്ത് വരുന്ന അൽഫാമാവും മാറിക്കണം അങ്ങോട്ട്. ഇതെന്റെ പമ്പാണ്. അയ്യോ അയ്യോ ഓരോ കാമുകന്മാര് വന്ന് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എടാ കത്തിക്കില്ലടാ. അടുത്ത് വരല്ലേ അൽഫാമാവൂ. ഞാൻ കത്തിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. പെട്രോൾ തരുവോ? ഇവിടെ ഉണ്ടല്ലോ ഇയാൾക്ക് ഓസൊക്കെ എടുത്താ പറയും തരത്തില്ല. ഞാൻ ലാമ്പ് തരുവോ? അയ്യർ എന്തിന്? സിഗരറ്റ് വലിക്കാൻ പോയി. ബാക്കിയുള്ള നീറ് നിൽക്കുമ്പോ സിഗരറ്റ് വലിക്കാനോ? ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പമ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു പമ്പ് കൊണ്ടുവന്നത്. ഇപ്പൊ ഈ പമ്പ് കാരണം ഈ ഗ്രാമമേ ഇല്ലാതായി പോകുന്നു. ഒരു മിനിറ്റ് നീ കത്തിക്കാൻ. ഞാൻ പറയുന്നേക്ക് എന്റെ അവസ്ഥ ഞാൻ പറയാം. ഒരു മിനിറ്റ്, ഒരു ജസ്റ്റ് ഒരു മീറ്റിംഗ്. പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് കത്തി കയറാനാ. എടി അവന് ഇഷ്ടമാണെന്ന്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അവൻ എന്തോ ഒരു കുഴപ്പം. നോക്ക്, ഒരു സൈഡിൽ നോക്കുമ്പോ ദുൽഖർ സൽമാനെ പോലെ ഇരിക്കുമല്ലേ? ഇപ്പോഴോ? ആ ടൊവിനോ. അതുകൊണ്ടാണ് ഞാൻ മുടി പറ്റിക്കാത്ത. അവനെ കെട്ടടി. സാർ ഈ കിളി പോയവനൊന്നും കല്യാണം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നല്ലതാണ്, നീ കെട്ടിക്കോ. അങ്ങനെയാണ് സാറിന്റെ സഹോദരി പിടിച്ചു കെട്ടിച്ചു. അവിടെ കല്യാണം ഉറപ്പിച്ചിരിക്കും. ആ ഉറപ്പിച്ചത് ഊരി എടുത്ത് അങ്ങോട്ട് കൊടുക്കും. ഊരി അങ്ങനെയല്ല, അല്ലാതെ ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. ഇല്ല സാറേ, എന്നെയും കൊണ്ട് പറ്റത്തില്ല. എടി പമ്പ് കത്തിക്കൂടിയാവേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. അയാളുടെ കയ്യിലിരിക്കുന്ന പെട്രോൾ ഞാൻ വാങ്ങിച്ചെടുക്കട്ടെ. മൂന്നാറിലുള്ള 3 ഏക്കർ സ്ഥലം എന്റെ പേരിൽ എഴുതരൂ. ഒരേ കത്തുമ്പോ തന്നെ മാഴ വെട്ടണം കേട്ടോ. കത്തിക്കട്ടെ. അല്ല കത്തിക്കട്ടെ. തരാം. തരുവോ? തരും. ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടമാണെന്ന് പറയണോ? ആ കല്യാണം കഴിച്ചോളാന്ന് പറ. കള്ള അഭിനയിച്ചാ മതി. അഭിനയമാണ്. മൂന്നാറിലെ 3 ഏക്കർ സ്ഥലം തരാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ, കെട്ടിക്കോളാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ കെട്ടിക്കോളാം അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ ഞാൻ കെട്ടിക്കോളാം എന്നങ്ങനെ പറയണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ കെട്ടിക്കോളാം. അയ്യോ ഒരു സുഖമില്ല. ഞാൻ കത്തിക്കും. MD നീ ഇവിടെ കത്തും. ഞങ്ങളെ ഇഷ്ടം എന്നെ കെട്ടിപ്പിടിച്ച് പറ. എന്നെ കെട്ടിപ്പിടിച്ച് പറ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാ ഞാൻ കെട്ടിക്കോളാമേ. എന്റെ കാലേ കാലേ കാലേ. ഗാഥയെന്നല്ലേ? എന്റെ കാലല്ല ചവിട്ടി പിടിച്ചേക്കുന്ന പറഞ്ഞു. അയ്യോ ഗാഥയും മോഹൻലാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? കല്യാണം കഴിക്കാം. മതി. ഇനി ഒരു 4-5 ആഴ്ച കഴിഞ്ഞ് കല്യാണത്തിന്. ആ സമയത്തുള്ള ഇവനെ ഞാൻ ഗുണ്ടള വിട്ട് തട്ടിക്കണം. ഉറപ്പ്. പെട്രോൾ കൈ നീങ്ങി വാങ്ങിക്കേ. പെട്രോള് അയ്യടെ മനമച്ചാ. ആ തീപ്പെട്ടിങ്ങ ഒരു അയ്യടി മനമച്ചി. കൊല്ലാരിക്കുള്ള പരിപാടിയിലും അല്ല, കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം നമുക്ക് ചെയ്യാം. യവൻ ഇവിടെ കിടന്ന് കത്തിച്ചാവൂടി. യവൻ കത്തിച്ചാവും. പ്രിയമുള്ള നാട്ടുകാരെ, അയ്യോ അത് മൈക്കല്ല, അത് ഇവിടുത്തെ പമ്പിന്റെ സാധനമാണ്. കല്യാണം കഴിച്ച് സമ്മതിച്ചു. എന്തോ കല്യാണം കഴിച്ച് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. അവരങ്ങ് പൊക്കോളും. സംഭവം എന്തുവാ ഇത് കണ്ടിട്ടില്ല? ഇത് താലി. ഇത് ബന്ധുക്കളൊക്കെ വന്നിട്ട് വലുതായിട്ട് നടത്താം. ഒരു 1.5 മാസം കഴിയട്ടെ. നടത്തൊന്നും വേണ്ട. എനിക്ക് ഇവിടെ വെച്ച് കല്യാണം കഴിക്കണം. അയ്യോ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. നടക്കൂല, ഞാൻ പറയണേ. എനിക്ക് ഇവിടെ വെച്ച് കല്യാണം കഴിക്കണം. തരാം, സമ്മതിച്ചു തരാം. ഒന്ന്
തല നീട്ടിക്കോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. അഭിനയം, just അഭിനയം. ഇല്ല, ഇയാളെ കെട്ടിക്കൊണ്ടുള്ള അഭിനയം എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, 3 ഏക്കർ വേണോ? തരുവോ? ആ, എന്നാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. സമ്മതിച്ചേട്ടോ? സമ്മതിച്ചോ? അല്ല, അതെന്തോ അങ്ങനെ കിട്ടുന്നേ? ഇത് കൈ ആ പെട്രോളിന്റെ അതിങ്ങി തായോ. തരത്തില്ല, ഞാൻ അല്ലാതെ കെട്ടിക്കളാം. അല്ല, അങ്ങ് എടി, ഇങ്ങനെയാണോ കല്യാണം? എടാ കെട്ടുമ്പോഴേ അതിനൊരു നാക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെന്നിട്ട് കാണേ ഇങ്ങനെ വേണ്ട. ആ, അയ്യടാ, ഇങ്ങനെ കെട്ടണം. കേട്ടായിരുന്നു പെണ്ണിനെ എന്തിനാണ് ഇയാൾ കെട്ടിയത്? അയ്യോ, എടി, ഇത് ജസ്റ്റ് നിന്നെക്കൊന്ന് കാണിച്ചു തന്നതല്ലേ. കാണിച്ചു തന്നോ? ആ, എടി, നീ അതും കൂരിയാണ്. എന്തോന്ന്? എന്നിട്ട് അവനൊന്നും അയ്യോടാ, അഗ്നിസാക്ഷിയായിട്ട് കെട്ടിയതാലേ ഞാൻ ഉരുത്തില്ല. അതിന് ഇവിടെ അഗ്നി എനിക്കതാവുമല്ലോ.